ഇന്ത്യ പഴയ ഇന്ത്യയല്ല, ശക്തമായ നിയമവ്യവസ്ഥയുള്ള ഒരു രാജ്യമാണെന്ന് ഇന്ത്യ. 2020 ദില്ലി കലാപക്കേസ് ഉമർ ഖാലിദ്, ഷർജീൽ ഇമാം എന്നിവരുടെ ജാമ്യാപേക്ഷ തള്ളിയതിലൂടെ രാജ്യദ്രോഹത്തിന് കൂട്ടുനിൽക്കുന്ന ആരെയും വെറുതെ വിടില്ല എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ. കലാപത്തിൽ പ്രധാന പങ്ക് വഹിച്ചവരോടൊന്നും ഒരു കരുണയുമില്ല. ഇന്ത്യയിലെ ജനങ്ങൾക്ക് രാജ്യത്തിന്റെ നീതിന്യായ വ്യവസ്ഥയിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. ഇന്ത്യയുടെ പരമാധികാരം വെല്ലുവിളിക്കപ്പെട്ടാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ രാഷ്ട്രം ഒറ്റക്കെട്ടായി നിൽക്കും എന്നതിന് യാതൊരു സംശയവുമില്ല. ന്യൂയോർക്ക് മേയർ സൊഹ്റാൻ മംദാനി ഉമർ ഖാലിന് കത്തയച്ചതടക്കം മാധ്യമങ്ങളിൽ വലിയ വാർത്തയായിരുന്നു. ഇതോടെ ഈ വിഷയം രാഷ്ട്രീയമായി വിവാദമായി മാറി. 2020 ദില്ലി കലാപ കേസിൽ അറസ്റ്റിലായ ഉമർ ഖാലിദ്, ഷർജീൽ ഇമാം എന്നിവരുടെ ജാമ്യാപേക്ഷ സുപ്രീം കോടതി ഇന്ന് തള്ളി. ദില്ലി കലാപത്തിലെ 7 പ്രതികളിൽ 5 പേർക്ക് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചു. എങ്കിലും ഷർജീൽ ഇമാം, ഉമർ ഖാലിദ് എന്നീ മറ്റു 2 പ്രതികൾക്ക് ജാമ്യം നൽകാൻ വിസമ്മതിച്ചു. ഓരോ കേസും പ്രത്യേകം പരിശോധിച്ചതായി കോടതി അറിയിച്ചു. പോലീസ് ശേഖരിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കലാപത്തിൽ ഉമർ ഖാലിദും ഷർജീൽ ഇമാമും പ്രധാന പങ്ക് വഹിച്ചതായി കണ്ടെത്തിയിട്ടുണ്ട്. ഇരുവർക്കും വിചാരണ കോടതിയിൽ ജാമ്യത്തിനായി അപ്പീൽ നൽകാം എന്ന് കോടതി പറഞ്ഞു. എല്ലാ പ്രതികൾക്കും വ്യത്യസ്തമായ റോളുകൾ ഉള്ളതിനാൽ അവർ ഒരേ നിലയിലല്ല എന്ന് കോടതി ചൂണ്ടിക്കാട്ടി. ഉമർ ഖാലിദിന്റെയും ഷർജീൽ ഇമാമിന്റെയും റോൾ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാണ്. എല്ലാ പ്രതികളുടെയും റോൾ ഒരുപോലെ അല്ല എന്ന് രേഖകൾ വ്യക്തമാക്കുന്നു. നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി എന്ന ആരോപണങ്ങൾ ശക്തമാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. എല്ലാ പ്രതികളുടെയും റോളുകളെ കുറിച്ചുള്ള വസ്തുതകൾ പരിഗണിക്കേണ്ടതുണ്ടെന്ന് ബെഞ്ച് പറഞ്ഞു. ഖാലിദിനും ഇമാമിനും സംരക്ഷിത സാക്ഷികളുടെ വിസ്താരത്തിന് ശേഷമോ ഇന്നു മുതൽ 1 വർഷത്തിന് ശേഷമോ ജാമ്യാപേക്ഷ പുതുക്കാം എന്ന് കോടതി പറഞ്ഞു. പ്രോസിക്യൂഷൻ രേഖകൾ പ്രഥമ ദൃഷ്ട്യാ ഇവരുടെ കേന്ദ്രീകൃതവും രൂപീകരണവുമായ പങ്ക് വെളിപ്പെടുത്തിയതായും ഇവർക്ക് ആ കലാപത്തിന്റെ ആസൂത്രണം, സമാഹരണം, തന്ത്രപരമായ ദിശ എന്നിവയിൽ പങ്കാളിത്തമുണ്ടെന്നും കോടതി നിരീക്ഷിച്ചു. ജാമ്യാപേക്ഷകളെ ശക്തമായി എതിർത്ത ദില്ലി പോലീസ് 2020 ഫെബ്രുവരിയിലെ കലാപം സ്വയം നടന്നതല്ല എന്നും മറിച്ച് ഇന്ത്യയുടെ പരമാധികാരത്തിന് നേരെയുള്ള ഏകോപിതവും മുൻകൂട്ടി ആസൂത്രണം ചെയ്തതുമായ ആക്രമണമാണെന്നും പറഞ്ഞിരുന്നു. പൗരത്വ ഭേദഗതി നിയമത്തിന് എതിരായ പ്രതിഷേധത്തിനിടെയാണ് 2020 ദില്ലിയിൽ കലാപം പൊട്ടിപ്പുറപ്പെട്ടത്. കലാപത്തിന് ഗൂഢാലോചന നടത്തിയെന്ന് ആരോപിച്ച് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയൽ നിയമം പ്രകാരം മുൻ JNU വിദ്യാർത്ഥി ഉമർ ഖാലിദിനെതിരെ കേസെടുത്തു. 2020 ദില്ലി കലാപത്തിന് ഗൂഢാലോചന നടത്തിയെന്ന കുറ്റം ചുമത്തി ഉമർ ഖാലിദ്, ഷർജീൽ ഇമാം, ഗർഫിഷ ഫാത്തിമ, മീറാൻ ഹൈദർ, ഷിഫ എന്ന റഹ്മാൻ ഷഹദാബ് അഹമ്മദ്, മുഹമ്മദ് സലീം എന്നിവരെ 5 വർഷം തടവിന് ശിക്ഷിച്ചു. ദില്ലി ഹൈക്കോടതിയും വിചാരണ കോടതിയും ഇവർക്ക് ജാമ്യം നിഷേധിച്ചിരുന്നു. സെപ്റ്റംബർ 2-ന് ദില്ലി ഹൈക്കോടതി ജാമ്യാപേക്ഷ തള്ളിയ വിധിക്കെതിരെയാണ് പ്രത്യേക അനുമതി ഹർജികൾ സമർപ്പിച്ചിരിക്കുന്നത്. 2025 ഡിസംബർ 10-ന് വാദം കേട്ട ശേഷം കോടതി ജാമ്യാപേക്ഷയിൽ തീരുമാനം മാറ്റിവെച്ചിരുന്നു. ജസ്റ്റിസ് അരവിന്ദ് കുമാർ, ജസ്റ്റിസ് NV അഞ്ജരിയ എന്നിവരടങ്ങിയ ബെഞ്ചാണ് വിധി പ്രസ്താവിച്ചത്. ജാമ്യം ലഭിച്ച അപ്പീലുകാർക്ക് 12 ജാമ്യ വ്യവസ്ഥകളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ദുരുപയോഗം ചെയ്യുന്നത് ജാമ്യം റദ്ദാക്കുന്നതിന് കാരണമാകും. ന്യൂസ് ഡെസ്ക് കർമാനസ്.